എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിളിയെക്കുറിച്ച് വചനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വിളിയുണ്ട്. ആദാമേ നീ എവിടെ? വിളിയ. ആദാമേ നീ എവിടെ? വിളി എന്ത് ചെയ്തു? മറിഞ്ഞ്. എന്തു പറ്റി? ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി, പാപം ചെയ്ത് രണ്ടും കൂടി മറഞ്ഞിരിക്കുക. ആ വിളിയുടെ മുമ്പിൽ അവർ തോറ്റുപോയി. ആ വിളിയുടെ മുമ്പിൽ അവർ തോറ്റുപോയി. ആ തോൽവിയാണ് മാനവജാതിയുടെ പതനത്തിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും മനുഷ്യൻ അനുഭവിക്കുന്ന സകല കഷ്ടതകളും, സകല ബുദ്ധിമുട്ടുകളും, സകല ഞെരുക്കങ്ങളും, അതുപോലെ ഭീകരമായ അവസ്ഥകൾ. ഇപ്പം യുദ്ധം, റഷ്യയും യുക്രൈനുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. യുക്രൈൻ ഒരു ശക്തമായ തിരിച്ചടി കൊടുത്തപ്പോൾ റഷ്യ പറയുന്നത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണമെങ്കിൽ എനിക്ക് കഴിയും. അതുപോലെ മാരകമായ ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളിൽ വലിയൊരു രാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. അപ്പോൾ അവർ മനുഷ്യനെ കൊന്നൊടുക്കുക, ഒരു ദയവുമില്ലാതെ കൊന്നൊടുക്കുക. ഇസ്രയേൽ പലസ്തീനികളെ കൊന്നൊടുക്കുക. 100,000 പേര് മരിച്ചെന്നൊക്കെയാണ് കണക്ക്. കണക്ക് വരുമ്പോൾ 50-60 ഉള്ളൂ. മരിച്ച ആൾക്കാർക്ക് കണക്കില്ല. പരസ്പരം ജനത്തെ കൊന്നൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? മനുഷ്യർ ഹിംസദാഹികളായി, രക്തദാഹികളായി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് സ്വത്രം മരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തെ വിട്ടുപോയി, ദൈവഭയം അവനിൽ നിന്ന് നഷ്ടമായി. സൃഷ്ടാവാം ദൈവത്തെ മറന്നുള്ള ഏത് മനുഷ്യൻ്റെയും ജീവിതം തമ്മിൽ തല്ലിയോ ഏതെങ്കിലും നിലയിൽ നശിക്കുക എന്നുള്ളത് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിൽ നിന്നാണ് പിതാവ് പുത്രനെ അയച്ച് നമ്മളെ രക്ഷിച്ചതെന്ന് നമ്മൾ ഓർത്തോണം. ആ നന്ദി എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഇന്ന് കാണുന്ന ലോക മനുഷ്യനെ പോലെ തമ്മിൽ തല്ലി നശിച്ചുകൊണ്ടിരുന്ന നമ്മളെയും കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത പരമ വിളി വിളിച്ചു, സ്വർഗീയ വിളി വിളിച്ചു. നമ്മളെ കർത്താവിൻ്റെ മക്കളാക്കി. മോശയെ ദൈവം വിളിച്ചു, ശമൂവേലിനെ ദൈവം വിളിച്ചു, ദാവീദിനെ വിളിച്ചു, പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ, മത്തായിയെ, പൗലൂസിനെ വിളിച്ചു, ശൗലേ ശൗലേ എന്ന് വിളിച്ചു. എന്നെ നിങ്ങളെയൊക്കെ വിളിച്ചു. ഞാനും അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ പേര് വിളിച്ചു ദൈവം. എനിക്കത് പിന്നീടാണ് മനസ്സിലായത്. എൻ്റെ പേര് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു മനുഷ്യനെ കാണാനില്ല. ആ വിളി കേട്ട് ഒരു അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ഞാൻ നാട്ടിലെത്തി. മനസ്സിലായോ? അത് വേലയ്ക്ക് വേണ്ടിയുള്ളൊരു വിളിയാണെന്ന് എനിക്ക് മനസ്സിലായി അന്ന്. ഹല്ലേലൂയ. വളരെ നന്മകൾ വാരിക്കോരി കൂട്ടാവുന്ന സാഹചര്യത്തിൽ നിന്ന് അതൊക്കെ വലിച്ചെറിഞ്ഞ് വരാനിടയായത് ആ സ്വർഗീയ വിളിയാണെന്ന് പറയട്ടെ. അതുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് വരാനിടയായില്ല. ഈ സ്വർഗീയമായ സന്തോഷം, ഈ സ്വർഗീയമായ ആനന്ദം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ വിളി കേട്ടവരാണ് നിങ്ങളെങ്കിൽ, ഈ പരമ വിളി, ഉത്കൃഷ്ട വിളി കേട്ടവരാണ് നിങ്ങളെങ്കിൽ, ആ വിളിക്കനുസരിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ നിലനിന്നാൽ സ്വർഗീയമായ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ ജീവിപ്പാൻ നമുക്ക് കഴിയും. ഭൂമിയിൽ കഷ്ടങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കഷ്ടത നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു വരദാനമാണ്. കഷ്ടമനുഭവിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരാൻ ഒരു മാതൃക. അപ്പം നമുക്ക് കഷ്ടത വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് കഷ്ടത വെച്ചു, ക്രിസ്തു കഷ്ടതയിൽ തികഞ്ഞു വന്നു. അതുപോലെ നമ്മളും തികഞ്ഞു വരണം. കഷ്ടതയെ ശാസിക്കുന്ന സഹോദരന്മാർ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ശാസിച്ച് കഷ്ടത മാറി, അവർക്ക് ധനം വന്നു, അവർ ദൈവത്തെ മറന്നു, അവർ സാത്താൻ്റെ ഏജൻറ്റുകളായി മാറി. അതാണ് ഇന്നത്തെ വലിയൊരു മഹാസംഭവമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂ ജനറേഷൻ ശുശ്രൂഷകന്മാർ മുഴുവൻ അവർ കിടന്ന് പ്രാർത്ഥിച്ച്, തലയറിഞ്ഞ് പ്രാർത്ഥിച്ച്, കഷ്ടതയെ ശാസിച്ച്, ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വേണ്ടെന്ന് പറഞ്ഞ് അവർ കിടന്ന് ബഹളം വെച്ച് അവസാനം എന്ത് ചെയ്തു? സാത്താൻ അവരെ അനുഗ്രഹം കൊണ്ട് അങ്ങ് നിറച്ചു. ഇപ്പോൾ അവർ പറയണത് ഞങ്ങൾക്ക് കോടികൾ തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക, കഞ്ഞിക്ക് വകയിലായിരുന്ന ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. കാര്യം ശരി. ഈ അനുഗ്രഹം എന്താണ്? എഫേസ്യർ 1:3 പെട്ടെന്ന് വായിച്ചു. എഫേസ്യർ 1:3 ഇവരെ കാണാതെ വായിക്കേണ്ട വാക്യങ്ങൾ. സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താൽ
ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ അനുഗ്രഹം എന്താണെന്ന് വേദപുസ്തകത്തിലൂടെ, പുതിയ നിയമ തിരുവെടുത്തുകളിലൂടെ അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയ പാസ്റ്റർമാരും വിശ്വാസികളും ഇന്ന് ഭൂമിയിൽ കുറവാണ്. അവർ പറഞ്ഞ യോബിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. പിന്നെ ആരാ? അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം. പ്രവാചകന്മാർ പറയുന്ന വാക്കുകളാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, യോബിനെ അനുഗ്രഹിച്ച ദൈവം. മോശയെ ദൈവം അനുഗ്രഹിച്ചോ? ഫറവോന്റെ പുത്രിയായി സമ്പത്തുമൊക്കെ കിട്ടി അനുഗ്രഹിച്ചു. പുള്ളി അത് വലിച്ചെറിഞ്ഞിട്ട് പോയില്ലേ? ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നാണ് ഇറങ്ങിപ്പോകുന്നു അവിടെ നിന്ന്. പൗലൂസോ 2 കപ്പലുടമയും 3-4 PhD ബിരുദവും നല്ല ഭാഷാജ്ഞാനമുള്ളവനും നല്ല അറിവും കഴിവുള്ളവനാ. ക്രിസ്തു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണി. എന്താ ഈ ലാഭമായത്? ലാഭം എന്നുള്ളത് എന്താ? എടുക്ക ഫിലിപ്പി ലേഖനം. പൗലോസ് ലാഭമായിട്ട് എണ്ണിയത് എന്താണ്? അതൊക്കെ പഠിക്കണം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാനെ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഈ പുസ്തകത്തിൽ ഛേദമെന്നുണ്ട്. ഈ 7 പദവികളാണ് എനിക്ക് ലാഭമായിരുന്നത്. രഹൂദ റബ്ബി എന്ന് പറഞ്ഞാൽ, രഹൂദ പണ്ഡിതനെന്ന് പറഞ്ഞാൽ, ഒരു ന്യായശാസ്ത്രി എന്ന് പറഞ്ഞാൽ, ഒരു പരീക്ഷനെന്ന് പറഞ്ഞാൽ നല്ല കാശാണ് അവർക്ക്. ഇഷ്ടംപോലെ സുഖ സൗകര്യങ്ങളുണ്ട്. ആർഭാട ജീവിതമാണ് നയിക്കുന്നത്. ഈ യാക്കോബ പള്ളിയിലെ ശ്രേഷ്ഠ തിരുമേനിമാരും പുരോഹിതന്മാരും, CSI, യാക്കോബ, മർത്തോമ, കാത്തലിക്, ഈ ചർച്ചുകളിലെ പുരോഹിതന്മാരൊക്കെ നമ്മൾ എന്താ വിചാരിച്ച്? ഫ്രാങ്കോ ഒക്കെ കോടീശ്വരനാ. പീഡനപ്രതി ഫ്രാങ്കോ, പീഡനപ്രതി എന്ന് അവർ പറയുന്നു, എനിക്കറിയില്ല. അവരൊക്കെ കോടീശ്വരന്മാരാ. മനസ്സിലായോ? ഈ ബിഷപ്പ്മാരെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കാശിട്ട് കളിക്കുന്നവരാ. അവർ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് മേടകളിൽ കഴിയുന്നവരാണ്. അവിടെ നിന്ന്, ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവര് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, അല്ല ഞാൻ ചുമ്മാ പറയുകയല്ല. ഇപ്പം അതിനേക്കാളും വലിയ സുഖലോലുപന്മാരാണ് നമ്മുടെ പെന്തക്കോസ്ത് പാസ്റ്റർമാർ എന്ന് പറയുന്നതിൽ ലജ്ജയുണ്ട്. ഏറ്റവും വലിയ സുഖിയന്മാരായി മാറിയിരിക്കുക. ഒരു ദിവസം 2-3 ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്ത് ദുരുപദേശം പറയണം. പിന്നെ അവരെ എന്താ നമ്മൾ വിളിക്കേണ്ടത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹം എന്നുള്ളത് എന്താ? എന്താ എന്താ ഈ അനുഗ്രഹം എന്നുള്ളത്? എന്താ? ആത്മീയ അനുഗ്രഹം. അങ്ങനെ അവരോട് പറയണം. ആത്മീയ അനുഗ്രഹമാണ് പുതിയ നിയമം വിഭാവനം ചെയ്യുന്നത്. പഴയ നിയമത്തിലോ ഭൗതികം. അപ്പൊ ഈ പുതിയ നിയമത്തിലെ ആത്മീയ അനുഗ്രഹത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ച് കളഞ്ഞിട്ട് അതിനെ ഭൗതിക അനുഗ്രഹമായിട്ട് പഠിപ്പിക്കുന്ന, പ്രസ്താവിക്കുന്ന ദുരുപദേഷ്ടക്കന്മാരും കള്ളപ്രവാചകന്മാരും കുമിളുപോലെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. മുളച്ച് വന്നുകൊണ്ടിരിക്കുക. ഒരുത്തൻ്റെ പ്രസംഗം എനിക്ക് കേട്ട് എനിക്ക് പോയി സങ്കടമായി. പിശാച് അടിച്ചുകൊണ്ട് പോയ സകല അനുഗ്രഹങ്ങളും തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. നിനക്ക് നഷ്ടമായ എല്ലാം തിരിച്ചു പിടിക്കുന്നൊരു ദൈവം, തിരിച്ചു തരുന്നൊരു ദൈവം. എന്തുവാ ഇവരീ പറയുന്നേ? ദൈവമക്കളെ, തിരുവചന സത്യങ്ങളിൽ നിന്ന്, തിരുവചന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മളെ അസത്യത്തിലേക്കും നാശത്തിലേക്കും വഴിതെളിക്കുന്ന നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരാണ് ഇന്ന് ആത്മീയഗോളത്തിൽ കിടന്ന് വിലസുന്നതെന്ന് നമ്മൾ മനസ്സിലായിക്കോണം. ഞാൻ ഇവരെയൊക്കെ എടുത്ത് പഠിക്കാനിടയാ. അതുകൊണ്ടായി പറയുന്നത്. കാക്കാശിന് കഞ്ഞിക്ക് വകയില്ലാത്ത ഞങ്ങളുടെ എറണാകുളത്ത് കിടക്കുന്ന ഒരു പാസ്റ്റർ, ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, പേരൊന്നും ഞാൻ പറയുന്നില്ല. കഞ്ഞിക്ക് വകയില്ല, ഒരു സൈക്കിളും ചവിട്ടി നടക്കുന്നത്. ഇപ്പം പുള്ളിയുടെ കാറിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. പുള്ളി താമസിക്കുന്ന വീടിൻ്റെ മഹത്വം വൈറ്റ് ഹൗസ് പോലെയാണ്. പുള്ളി ഇരിക്കുന്ന ഒരു ചെയറിന് എത്ര ആയിരം രൂപ വിലയാണെന്നറിയാം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഈ ദുരുപദേശം പറഞ്ഞു കൂട്ടിയപ്പോൾ സാത്താൻ കൊടുത്തതാണ്. അതിന് പുള്ളി വിശ്വസിച്ചിരിക്കുന്നത് ദൈവം തന്നാണ്. ഈ തിരുത്ത് ഇന്ന് പൽക്കാലം ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം.
ദൈവം ഭൗതികമായ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുകയില്ല. എന്താണ് അതിന് തെളിവ്? സോളമന് കൊടുത്തു അനുഗ്രഹം. ദാവീദിനേക്കാൾ ധനവും ദാവീദിനേക്കാൾ മാനവും ദാവീദിനേക്കാൾ പദവികളൊക്കെ സോളമന് ദൈവം കൊടുത്തു. എന്നിട്ട് താൻ ചോദിച്ചത്, ഈ വലിയ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അതും കൊടുത്തു. ആ വലിയ വിവേകമുള്ള ഹൃദയവും ജ്ഞാനവും മാനവും സ്ഥാനവും എല്ലാം കൊടുത്തു. ശേബാരാജ്ഞിയും മറ്റു നാട്ടുരാജാക്കന്മാരും ദൈവം തനിക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ കാണാൻ വേണ്ടി എന്ത് ചെയ്തു? അവർ വന്നു. അവർക്കെല്ലാം വലിയ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ കൊടുത്ത് ശലോമൻ യാത്രയാക്കി. അവസാനം ശലോമൻ എവിടെ പോയി? നാശത്തിലേക്ക് പോയി. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നുവെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ദാവീദ് അവസാനം ഇങ്ങോട്ട് പോയി, പാപം ചെയ്തെങ്കിലും യഥാസ്ഥാനപ്പെട്ടു. മറ്റതങ്ങനെയല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വലിയ കൊടിയ പാപം വിഗ്രഹാരാധനയാണ്. സോളമൻ 300 കുലീന ഭക്തിയും 700 വെപ്പാട്ടിയും. അപ്പൊ അതിൽ ആ ബഹുഭാരത്യം എന്നുള്ള വിഷയമല്ല സോളമന്റെ മേലുള്ള കുറ്റാരോപണം. താൻ തെരഞ്ഞെടുത്ത ജാതീയ ഭാര്യമാരുടെ ദേവങ്ങൾക്ക് സോളമൻ, സർവശക്തനായ ദൈവത്തിൻ്റെ ദാസനായ സോളമൻ ധൂപമർപ്പിച്ചു, ബലി കഴിച്ചു, ആ വിഗ്രഹങ്ങളുടെ മുൻപിൽ വണങ്ങി. പ്രവചന പുസ്തകത്തിലൊരു വാക്യമുണ്ട്. എനിക്ക് ആ വാക്യം എവിടെ എനിക്കറിയത്തില്ല. ദൈവം അവനെ ഒരു വൃക്ഷത്തെ പറിച്ചു കളയുന്നത് പോലെ, ഒരു വൃക്ഷത്തെ പറിച്ചു കളയുമ്പോൾ അതിൻ്റെ വേരോടെ പറഞ്ഞു പോരും. മനസ്സിലായോ? കരിഞ്ഞു പോകും പെട്ടെന്ന്. അതുപോലെ സോളമനെ നശിപ്പിച്ചു കളയും. അപ്പൊ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭൗതിക അനുഗ്രഹം പ്രാപിച്ച പഴയ നിയമത്തിലെ ഭക്തന്മാർ നല്ലൊരു ശതമാനം നശിച്ചുപോയവരുടെ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം അവരെയൊക്കെ വിളിച്ചു രാജാക്കന്മാരാക്കിയും അവരെ പ്രധാന സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് പ്രവാചകന്മാരൊക്കെ ആക്കി വെച്ചു. പക്ഷേ അവരവസാനം എന്ത് പറ്റി? അവർക്ക് കിട്ടിയ ഭൗതികമായ ധനസമ്പത്തും അല്ലെങ്കിൽ ഭൗതിക അനുഗ്രഹത്തിൻ്റെ തിമിർപ്പിൽ ജീവിച്ചവർ ദൈവത്തെ മറന്ന്, പ്രമാണങ്ങളെ മറന്ന്, ചട്ടങ്ങളെ മറന്ന്, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളെ മറന്ന് അവർ നാശത്തിലേക്ക് പോകാനിടയായി. ഈ ഒരു പഠനം നമ്മുടെ ഹൃദയത്തിലോട്ട് വീഴണം. ഞാൻ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാന ചില വ്യക്തികളെ എടുത്ത് പഠിച്ചു. അതിലൊന്നാണ് KP യോഹന്നാൻ സാറ്. എൻ്റെ ഹൃദയത്തിൻ്റെ നോവായിട്ട് മാറിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി പേരുണ്ട്. ഇവരൊക്കെ വളരെ സാധാരണ നിലയിൽ ജീവിച്ചു വന്നവരാണ്. അവസാനം എന്ത് പറ്റി? കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവർക്ക് ധനം കിട്ടാൻ തുടങ്ങി. ഈ കിട്ടിയ ധനം മുഴുവൻ അവരത് അവരുടേതായ നിലയിൽ സ്വരൂപിച്ചു വയ്ക്കാൻ തുടങ്ങി. ആ കിട്ടിയ ധനം കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തുകയോ പാവങ്ങൾ കൊടുക്കുകയോ ചെയ്യാതെ അവർ കൂട്ടിവെച്ച് അവരുടെ സാമ്രാജ്യം അവർ കെട്ടിപ്പടുത്തത് കൊണ്ട് എന്ത് പറ്റി? അവരെ വിശ്വാസത്തിൽ നിന്ന്, അവരാത്മീയത്തിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ രഹസ്യം, സ്വർഗീയ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച നാം ആ വിളിക്കനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ എന്താ പറ്റും? നമ്മുടെ നിത്യത നഷ്ടമാകാൻ ഏറിയ സാധ്യതകളുണ്ടെന്ന് ഈ വചനത്തിൻ്റെ വെളിപ്പാടിലൂടെ ഞാൻ നിങ്ങളെ ഇന്ന് പൽക്കാലം ഗ്രഹിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ വിളി കേട്ടവർ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ പ്രമാണം ശ്രദ്ധിച്ച് പഠിക്കണം, ശ്രദ്ധിച്ചു നോക്കണം, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. കർത്താവിൻ്റെ പ്രമാണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ക്രിസ്തുവിൻ്റെ പ്രമാണം എന്നുള്ളത് ഇടുക്ക് വഴിയാണ്, അല്ലേ? ഞെരുക്കമുള്ള വഴിയാണ്. സ്തോത്രം. ഇവിടെ ഭൗതികം നമുക്ക് കുറഞ്ഞിരിക്കും, എന്നാൽ ആത്മീകമായ വർധനവിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്ന് നമ്മുടെ മരണശേഷം വലിയ ആത്മീയ അനുഗ്രഹത്തിൻ്റെ കലവറകളിലേക്ക് നമ്മൾ പ്രവേശിക്കാനിടയായിത്തീരും. ഇവിടെ ഭൗതികം നേടുന്നവൻ ഈ ഭൗതികം കൊണ്ട് ഇവിടെ എരിഞ്ഞടങ്ങി അവസാനം നിത്യനാശത്തിലേക്ക് പോകും. അതുകൊണ്ട് മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. അടുത്ത, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തനാകും. ഇനി ഈ വിഷയം വേറൊരു നിലയിലേക്ക് നമ്മൾ, മോശയും യേശുവും തമ്മിലുള്ളൊരു
ഒരു കമ്പയർ സ്റ്റഡി നടക്കുകയാണ് ഇവിടെ. ആരൊക്കെ? മോശയും യേശുവുമായിട്ടൊരു പഠനം. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായി ഇരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായി. മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നെങ്കിൽ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചവിച്ചവന് അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഇനി 4-ാം വാക്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് വായിച്ചേ 4-ാം വാക്യം. അപ്പോൾ ഇവിടെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഏത് ഭവനവും ചുമപ്പാനുള്ളവൻ വേണം, സർവ്വവും ചമച്ചവൻ ദൈവം തന്നെ. അപ്പം മോശ വിശ്വസ്തനായിരുന്നത് എവിടെയാ? അരുളപ്പാടുകൾക്ക് സാക്ഷ്യം പറയുന്നവനായിട്ട്. ശ്രദ്ധിക്കണേ, മോശയുടെ വിശ്വസ്തത ഏതിനായിരുന്നു? സ്തോത്രം. സ്തോത്രം. 5-ാം വാക്യം. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. മോശയുടെ പുറകെ നടന്നുകൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല. മോശ ആരാണ്, ദൈവം ആരാണെന്ന് ഈ ഭാഗത്ത് തെളിയിച്ചു വരുന്നുണ്ട് പൗലോസ്. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ വായിച്ചേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. ശ്രദ്ധിക്കരുത് മക്കളെ, ക്രിസ്തു ആരാണ്? ഭവനത്തിന്റെ അധികാരിയായ പുത്രൻ, ദൈവഭവനത്തിന്റെ അധികാരിയായ പുത്രൻ. മോശയോ? അങ്ങനെ പറഞ്ഞാൽ ശരിയത്തില്ല. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യൻ. അരുളപ്പാടുകൾക്ക് സാക്ഷ്യം പറയുന്ന ഒരു ഭൃത്യനായിട്ടാണ് മോശ ഇരുന്നത്. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രൻ, ദൈവഭവനത്തിലെ അധികാരിയായ പുത്രൻ. കർത്താവ് യേശുവിനെ കുറിച്ച് പറഞ്ഞ എന്താ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ന്യായവിധി മുഴുവൻ പുത്രൻ കൊടുത്തിരിക്കുക. യേശുക്രിസ്തു ദൈവമാ, യേശുക്രിസ്തു മനുഷ്യനെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലായി? എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇന്നേക്കൊരു 10 വർഷം മുമ്പ് നടന്ന ചരിത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ജോസ് എന്ന് പറയുന്ന സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഭാര്യയും കൂട്ടായ്മയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അവർ ഈ ചർച്ച് ബോർഡിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച മീറ്റിങ്ങിന് പോയി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഇന്നൊരു പ്രസംഗം പാസ്റ്റർ പറഞ്ഞു, മോശയും യേശുവും തമ്മിലുള്ള പ്രസംഗം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് ഭാഗം എടുത്ത് പ്രസംഗിച്ചത്? എബ്രായലേഖനം 3-ാം അധ്യായത്തിൽ എടുത്ത് പ്രസംഗിച്ച് 7 വരെയുള്ള വാക്യം പ്രസംഗിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയായിരുന്നു പ്രസംഗം? നമ്മളീ പഠിപ്പിക്കുന്ന പോലെ അല്ല പ്രസംഗം. പുള്ളി മോശയും യേശുവും എന്നുള്ള കമ്പയർ സ്റ്റഡി നടത്തിയിട്ട് മോശയുടെ ചരിത്രത്തിലേക്ക് പോയി. മോശയുടെ ചരിത്രത്തിലേക്ക് പോകണമെങ്കിൽ എവിടെ പോകണം? പഴയ നിയമത്തിൽ പോകണം. അവിടെ പോയി ഫറവോൻ്റെ മോള് കുളിക്കാൻ പോയതും ഒരു ഞാങ്ങണപ്പെട്ടി കണ്ടതും ഞാങ്ങണപ്പെട്ടിയിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നതും കൊണ്ടുവന്ന് വളർത്തിയതും, അങ്ങനെ മോശയുടെ ചരിത്രം പറഞ്ഞ് ഈ പാസ്റ്റർ പ്രസംഗം നിർത്തി. അധികാരിയായ പുത്രനെ കുറിച്ച് പ്രസംഗിക്കാൻ പാസ്റ്റർ മറന്നുപോയി. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്ററിൻ്റെ മണ്ടയ്ക്ക് പിശാച് ശുദ്രം ചെയ്ത് മയക്കിയിട്ടിരിക്കുകയാണ്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്താ? യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നമ്മുടെ കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാർ അധികാരിയായ പുത്രനാണെന്ന് എബ്രായ ലേഖനത്തിൽ പൗലൂസ് വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ ആ അധികാരിയായ പുത്രൻ്റെ പ്രബോധനങ്ങളും പുത്രൻ്റെ ഉപദേശങ്ങളും പറഞ്ഞ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കേണ്ടതിന് പകരം മോശയുടെ ചരിത്രം പറഞ്ഞ് ഞാങ്ങണപ്പെട്ടകത്തിൽ പോയി, ആ കൊട്ടാരത്തിൽ പോയി മോശ കളിച്ചു വളർന്നതിനെക്കുറിച്ച് പോയി, അവസാനം മോശ 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 എന്ന് പറഞ്ഞ് ആ പ്രസംഗം എന്ത് ചെയ്തു? അവസാനിച്ചു. യേശുക്രിസ്തു ആരായി മാറി? കൈവിടപ്പെട്ടവനായി മാറി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടെങ്കിലും ഞാൻ വ്യക്തമായിട്ട് പറയുക, മോശയെക്കുറിച്ച് പൗലൂസ് പറയുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യൻ. അപ്പോൾ ഒരു മനുഷ്യൻ, അരുളപ്പാടുകൾക്ക് സാക്ഷ്യം കൊടുക്കുന്നവൻ,
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എടുത്തു കൊടുക്കുന്ന ഒരു സാക്ഷ്യം, ഒരു ഭൃത്യൻ. എന്നാൽ ക്രിസ്തു ആരാ? മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, മാനവജാതിയുടെ രക്ഷാനായകനാണ് യേശു ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം എടുത്താട്ട് അതിലൊരു വലിയ മർമ്മം ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. യേശുവിനെ കുറിച്ച് ശിമ്യോൻ പറയുന്ന ഒരു ഭാഗം നമ്മൾ അത് നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങളൊക്കെ എത്ര അത് മനസ്സിലാക്കി എന്നുള്ളത് എനിക്കറിയില്ല. ലൂക്കോസ് 2-ാം അധ്യായം വരുമ്പോൾ അതിൻ്റെ 28-ാമത്തെ വാക്യം, അല്ല 29-ാമത്തെ വാക്യം. ഇപ്പോഴോ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. യേശുക്രിസ്തു ആരാണെന്ന് ശിമ്യോൻ പറയുകയാണ് ഒരു പ്രസ്താവനയിൽ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും ഇതിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഓ, ചിന്തിച്ചേ, യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. 2, ഇതിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വം. 3, നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഇതാണ് ദൈവമക്കളെ ക്രിസ്തു. സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ലൂക്കോസ് 2-ൽ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹോസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു ആരാ? ഇവിടെ എഴുതിയിരിക്കുന്ന ആരാ? സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. അപ്പോ കർത്താവ് രക്ഷിതാവാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. മാനവജാതിയുടെ രക്ഷിതാവാണ്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പാപിയുടെ രക്ഷകനാണ്. രോഗികൾക്ക് സൗഖ്യദായകനാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ വാദോരാതെ നമുക്ക് പറയാൻ കഴിയും. എബ്രായലേഖനം 3-ാം അധ്യായത്തിൽ യേശുവും മോശയും തമ്മിലുള്ള പഠനത്തിൽ ഒരു പാസ്റ്റർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാസ്റ്റർ മോശയും കൊണ്ട് പോയെങ്കിൽ മോശയെ ഏലിയാവിനെയും ദാവീദും പ്രസംഗിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട പാസ്റ്ററാണത്. അങ്ങനെയുള്ള പാസ്റ്റർമാരാണ് ഇന്ന് ജനത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലൂസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പൗലൂസ് പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. നിത്യമായ നരകാഗ്നിയിലേക്ക് പോകുന്ന വ്യക്തിയെ നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ദൈവരാജ്യം പ്രസംഗിക്കുന്നു. സ്വർഗരാജ്യം പ്രസംഗിക്കുന്നു. നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. 70-80 സംവത്സരം ഈ ഭൂമി കിടന്ന് തലകുത്തി മറിഞ്ഞ് ജീവിക്കാൻ ആവശ്യമായ ഭൗതിക നന്മകൾ തരുമെന്നുള്ള ഈ ലോകത്തിൻ്റെ ദൈവത്തെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇന്ന് പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്. ഇത് വ്യാപിച്ചു കിടക്കുക. ഞങ്ങളുടെ കൊച്ചി പട്ടണത്തിൽ ഇഷ്ടം പോലെയുണ്ട്. പത്തനംതിട്ടയിലുണ്ട്. കേരളത്തിൻ്റെ 14 ജില്ലകളിലുണ്ട്. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലുണ്ട്. ലോകത്തുള്ള ഈ 160 ചില്ലുവാനം രാഷ്ട്രങ്ങളിലുണ്ട്. സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നുള്ള വചനത്തെ നമ്മൾ വിശദീകരിച്ച് പഠിച്ചാൽ ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്ത് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ വളരെ കുറവാണ്. മോശയെക്കുറിച്ചും ദാവീദിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും പ്രസംഗിച്ച് അവർ നേടിയ അവരുടെ ആത്മീയ ദർശനങ്ങളാണെങ്കിൽ ഓക്കെ. ഇപ്പം അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അബ്രഹാമിൻ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഉൽപ്പത്തി 13 പുസ്തകമില്ല. ഉൽപ്പത്തി 13 ഇപ്പോൾ അബ്രഹാമിനെ കുറിച്ച് എന്താ പറഞ്ഞേക്കണേ?
വായിച്ചിട്ടില്ലേ നിങ്ങൾ? അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇന്നത്തെ കള്ളപ്രവാചകന്മാർ ആ വാക്ക് കൊടുത്ത പ്രവചനം പറയുന്നു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, അവ അനുഗ്രഹിക്കപ്പെടും, അതുപോലെ തന്നെ അനുഗ്രഹിക്കാൻ പോവാന്ന്. ഇത് പറഞ്ഞാലേ പുള്ളിക്ക് എന്തെങ്കിലും തടയുള്ളൂ. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത്. സ്തോത്രം. പ്രവചനം എന്നുള്ളത് എന്താണ്? പ്രവചനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പ്രവചനം? 14-ന്റെ 3-ാം വാക്യം വായിച്ചേ. 1 കൊരിന്ത്യർ 14-3. പ്രവചിക്കുന്നവൻ ആത്മീയവർദ്ധനവിന്, പ്രബോധനത്തിന്, ആശ്വാസത്തിന് മനുഷ്യരോട് സംസാരിക്കും. മതി, വായിക്കണ്ട. വായിച്ചു വരുമ്പോഴത്തേക്ക് നേരം വിളിക്കും. അപ്പൊ പ്രവചനം എന്നുള്ളത് യൂദയും ശീലാസും പ്രവാചകന്മാരായിരുന്നു. എന്താ അവർ ചെയ്തത്? അങ്ങനെ പറയിങ്ങോട്ട്, പല വചനങ്ങളെ കൊണ്ട് ദൈവമക്കളെ വചനത്തിൽ ഉറപ്പിച്ചു. അതാണ് പ്രവാചകൻ. എന്താ ചപ്പും ചവറും വിളിച്ച് പറഞ്ഞ് അമേരിക്കയിൽ ലണ്ടനിൽ വിടുന്നു, അവിടെ വിടുന്നു, ഇവിടെ വിടുന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളപ്രവചനം പറഞ്ഞ് ജനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുർവൃഷ്ടക്കന്മാരും കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഇവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ അവരെ നരകത്തിലെത്തിക്കും, ഉറപ്പ്. സ്വത്രം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തില് ഇവിടെ മോശ എഴുതി വെച്ചത്, മോശയാണല്ലോ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങൾ എഴുതി വെച്ചത്. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു എന്ന് എഴുതി വെച്ചു. ബഹുസമ്പന്നനായിരുന്നു അബ്രഹാം. അവിടെ നിനക്ക് തന്നെ വേണം, നിനക്ക് സമ്പത്ത് തരും. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും ഉള്ളതൊക്കെയും അവരോടുകൂടി ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്തേക്ക് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഇവയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഈ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നെന്ന് പറഞ്ഞാലും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം ഒന്ന് വായിച്ചേ. 9-ഉം 10-ഉം വായിച്ചേ. എബ്രായർ പെട്ടെന്ന് വായിക്കണം. എബ്രായ ലേഖനം 11-ന്റെ 9-ഉം 10-ഉം വായിച്ചേ. വിശ്വാസത്തലവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു. അബ്രഹാമിൻ്റെ കാത്തിരിപ്പ് താനുണ്ടാക്കിയ സമ്പത്തെല്ലാം കൂടി അനുഭവിച്ച് സുഖിച്ച് പൊളച്ച് ജീവിച്ചേക്കുക എന്നുള്ളതല്ല. ആ ഒരു പ്രത്യാശയല്ല അബ്രഹാമിനുള്ളത്. വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി 2 തലമുറയോടുകൂടി ദൈവത്തെ സേവിക്കുന്ന ആരുണ്ട് ഇവിടെ? ആരുമില്ല. മനസ്സിലായോ? അന്യദേശത്ത്, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ. ശ്രദ്ധിക്കണം അതൊക്കെ. വാഗ്ദത്ത ദേശമാണ് അബ്രഹാം താമസിച്ച ദേശം, പക്ഷെ അത് അന്യദേശം പോലെ കണ്ടു. എന്താ കാര്യം? ഇവിടം വിട്ട് നമ്മൾ പോകണം. ഏതൊരു മനുഷ്യനും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ആരെങ്കിലും പിറന്ന് വീണാൽ 70 80 സംവത്സരം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടം വിട്ടു പോകണം. ഇവിടെ അള്ളിപ്പിടിച്ച് കിടക്കാൻ ആർക്കും പറ്റില്ല. ധാന്യം, ധനം, ലാഭം, കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനിപ്പോകും. 70 7 80 മാത്രം നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. മൺമയമീയുലകിൽ കാൺമതുമായ വിൺമഹിമധനസുതങ്ങൾ സകലതുമായ സർവ്വതുമായ. ഈ മായ ഓൾ വാനിറ്റി എന്നുള്ളൊരു വാക്ക് സോളമൻ സഭാപ്രസംഗിയിൽ പ്രയോഗിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം താൻ പ്രയോഗിക്കണം എന്നറിയാമോ? ഒരു 10-30 പ്രാവശ്യം താൻ പ്രയോഗിക്കുന്നുണ്ട്. എല്ലാം മായ, എല്ലാം മായ. മായയായ ഈ ലോകത്ത് ഈ മായയുടെ വകയെ നടക്കുന്ന പെന്തക്കോസുകാരെ, ഈ മായ വിട്ടിട്ട് യാഥാർത്ഥ്യമായ നിത്യത രാജ്യം, സ്വർഗരാജ്യം, ദൈവരാജ്യത്തിലേക്ക് പോകുവാൻ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി ക്ഷണിക്കുക. ഇതെല്ലാം മായയാണ്. നിങ്ങൾ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും ഒരു കച്ചിത്തുരുമ്പ് പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതെ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ് നമ്മുടെ ട്രംപിൻ്റെ കൂട്ടുകാരനൊരുത്തനുണ്ട്, പേര് മറന്നു. പുള്ളിയൊക്കെ കോടീശ്വരന്മാരാണ്. പുള്ളിയുടെ ജീവിതത്തിൽ സ്വസ്ഥത എന്നുള്ളതില്ല.
തികഞ്ഞ മദ്യപാനവും ബഹുഭാരത്യവുമായിട്ട് പുള്ളി കഴിയുക. കാരണം സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി. സോളമൻ അത് തന്നെയല്ലേ ചെയ്ത്? സ്വസ്ഥത വല്ലതും ഉണ്ടായിരുന്നോ? 1000 ഭാര്യമാരും ഒക്കെ ആയിട്ട് വീഞ്ഞും കുടിച്ചും കൂത്താടി നടക്കായിരുന്നില്ലേ? അവസാനം പോയില്ലേ? അതുപോലെ ഇന്ന് ഭക്തന്മാരൊക്കെ നല്ലൊരു ശതമാനം ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ സുഖിച്ചുകൊണ്ടിരിക്കുക. മദ്യപിക്കുന്ന പാസ്റ്റർമാരുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന് തന്നെ പറയും. ഇഷ്ടം പോലെ ചരിത്രങ്ങളുണ്ട് നമുക്ക് പറയാൻ. ഞാനത് എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. ലജ്ജയല്ലേ, എന്തിനാ എടുത്തു പറയുന്നത്? മദ്യപാനവും പാപവും ഒക്കെ തൊഴിലാക്കി വെച്ചിരിക്കുന്ന, കുലത്തൊഴിലാക്കി വെച്ചിരിക്കുന്ന പാസ്റ്റർമാരുണ്ട്. പുൾപ്പിറ്റ് കിട്ടിയാൽ അവർ നല്ല തകർപ്പ പ്രസംഗം നടത്തും. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? കാശിന് വേണ്ടി, ലാണെന്നാക്കാനാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. അനുഗ്രഹം എന്താണെന്നുള്ള വിഷയം പറഞ്ഞു വന്നപ്പോഴേക്കും ഇങ്ങോട്ട് നമ്മൾ പോയത് പഴയ നിയമം വിഭാവന ചെയ്യുന്ന അനുഗ്രഹവും ഭൗതികം, പുതിയ നിയമം വിഭാവന ചെയ്യുന്ന അനുഗ്രഹം പറ ആത്മീകമാണ്. ഇവിടെ മോശ വിശ്വസ്തനായിരുന്നത് തൻ്റെ അരുളപ്പാടുകൾ സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്ന അതിൻ്റെ സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിൽ അധികാരിയായിട്ട്, പുത്രനായിട്ട്. അപ്പൊ യേശു ക്രിസ്തു സകലത്തിൻ്റെയും അധികാരിയാണ്. അങ്ങനെ അധികാരിയാണെങ്കിൽ പോലും ക്രിസ്തുവിനെ കുറിച്ച് വചനം പറയുന്ന ഒരു ഭാഗം കൊരിന്ത് ലേഖനത്തിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് താൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നത്. ഇപ്പൊ ഈ വാക്യം എടുത്ത് കോട്ടി പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കണമെന്നറിയോ? കർത്താവ് ദരിദ്രനായത് എന്നെ നിന്നെ സമ്പന്നനാക്കാൻ. അഞ്ചലിലുള്ള ഒരു ദുരുപദേശി, നിങ്ങൾ ഈ പറയുമ്പോൾ അറിയുമായിരിക്കും, പുള്ളി പറയും സമ്പന്നൻ സമ്പന്നൻ, ദൈവം നമ്മെ സമ്പന്നനാക്കാൻ. എടാ ഗുണം പിടിക്കാത്തവനെ, നിന്നെ സമ്പന്നനാക്കാൻ യേശു ദരിദ്രനായി. നിന്റെ സമ്പന്നത ഏതാ? ആത്മീകം, വിശ്വാസത്തിൽ സമ്പന്നത, പ്രത്യാശയുടെ സമൃദ്ധി. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം എടുത്ത് വായിച്ചേ. വിശ്വാസത്തിൽ സമ്പന്നത, അത് യാക്കോബ് പറയുന്നതാ. പ്രിയമുള്ളവരെ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചേ. മക്കദോന്യ സഭ അറിയിക്കുന്നു. സന്തോഷ സമൃദ്ധി. മതി, സന്തോഷ സമൃദ്ധി. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ കടന്നുപോയ മക്കദോന്യ സഭ സന്തോഷ സമൃദ്ധിയുള്ളവരായി തീർന്നു.